കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തൊരുമയുടെ ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ നമ്മെ തകർക്കാൻ ആർക്കും കഴിയില്ല, നമ്മെ തടുക്കാൻ ആർക്കും കഴിയില്ല, നമ്മെ വലിച്ചെറിയാൻ ആർക്കും കഴിയില്ല. കാരണം ഈ ഭാവനകൾ എന്ന് പറയുന്നതാണ്, ഭാവം എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനാണ് ഇവിടെ കിടന്നുറങ്ങുന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അല്ലാഹു ഖൈറിലാക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പ്രവാസികളാണ്. ഇവിടുന്ന് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും എന്റെ ദുആയിൽ പ്രവാസികളെ ഞാൻ മറക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ വീർപ്പിന്റെ ഗന്ധങ്ങൾ ഈ പള്ളിയിലെ ചുമരുകൾക്കുണ്ട്, ഇവിടുത്തെ തൂണുകൾക്കുണ്ട്, മദ്രസയുടെ ഫില്ലറുകൾക്കുണ്ട്. ഓരോ പാവപ്പെട്ടവന്റെ വീട്ടിന്റെ ചുമരിലോ പ്രവാസിയുടെ വീർപ്പിന്റെ ഗന്ധങ്ങളുണ്ട്. സ്വന്തം മകൾ കല്യാണ പ്രായമെത്തിയിട്ട് പൊല നിറഞ്ഞു നിൽക്കുമ്പോൾ ആരെങ്കിലും പിരിവിന് പോയിട്ട് എന്റെ മോളെ കല്യാണം എന്ന് പറയുമ്പോ 22 വയസ്സായിട്ടും സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പ്രവാസി ആട്ടി ഓടിക്കാതെ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദീനാറും ദൃഹമോ പാവപ്പെട്ടവന്റെ മടിത്തട്ടിലേക്ക്, അവന്റെ പോക്കറ്റിലേക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നവന്റെ പേരാണ് പ്രവാസി. സ്വന്തം പങ്കള് കല്യാണ പ്രായമായിട്ടോ ഏതെങ്കിലും ഒരാള് വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോയാൽ അതെല്ലാം മറന്നിട്ട് കൊടുക്കുന്നവരാണ് പ്രവാസി. മഹല്ലത്തിലുള്ള ഉസ്താദുമാരെ നെഞ്ചോട് ചേർക്കുന്നവരാണ് പ്രവാസി. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ, ഒരു പവന്റെ മാല പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് പാതിരാക്ക് പൊട്ടിക്കരയുന്ന കുടുംബത്തിന്റെ മുന്നിലേക്ക് ഓടിപ്പോയിട്ട് അവരുടെ മകനുമാവളി ഓടിപ്പോയിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണങ്ങൾ കൊടുക്കുന്നവന്റെ പേരാണ് പ്രവാസി. ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ താൻ സ്പ്രേ ചെയ്ത തന്റെ വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ട് അതേ കബർ ഒഴിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന പ്രവാസിയാണ്. അങ്ങനെ ഈ ഭാവാനവരുള്ള പ്രവാസികള് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റബീഉൽ അവ്വല് ജന്മദിനം വരുന്നെന്ന് പറയുമ്പോൾ അവർ കൂട്ടം കൂട്ടമായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന അലങ്കാരങ്ങളുണ്ടല്ലോ, നന്മയുടെ വിഷയത്തിൽ എത്രയായാലും ധൂർത്താകില്ല എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന അധികം വരുന്ന ഡെക്കറേഷനുകളുണ്ടല്ലോ, അത് പ്രിയപ്പെട്ട പ്രവാസികളുടേതാണ്. അവര് ചെയ്ത നന്മകളാണ്, അവരെ മറക്കാൻ പറ്റൂല. നാട്ടിലുള്ളവരും അതുപോലെ ഇന്നും ഗൾഫിലുള്ളവര് പലരും പഠിച്ചുകൊണ്ട് സുഖവിവരങ്ങൾ ചോദിക്കാറുണ്ട്, പലരും നാടിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ സന്തോഷിക്കാറുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികള്, ഈ മഹത്തായ നിമിഷത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവര്, അല്ലാഹുവേ, കാശുകൾ കൊടുത്തയച്ചവര്, അവരെ എല്ലാം ഖൈറിന്റെ അഭികാരിൽ പെടുത്തണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മീലാദ് കമ്മിറ്റി തുടങ്ങിയത് മുതൽ ഇതുവരെ രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മീലാദ് കമ്മിറ്റികള്, അതുപോലെ തന്നെ ശാഖകള്, അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റികള്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക്. പകയില്ല, വിദേശമില്ല, എല്ലാം ഈ റബീഉൽ അവ്വൽ വരുമ്പോ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മീലാദ് കമ്മിറ്റികളും കഴിഞ്ഞതുപോലെ ജമാഅത്ത് കമ്മിറ്റികൾ എല്ലാവരും ഇന്ന് ഒറ്റക്കെട്ടാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമകളായിട്ടുണ്ട്. അത് മതി നമ്മുടെ വിജയത്തിന്. അല്ലാഹുവേ, എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാഹ്, എല്ലാവരെയും ഖൈറിലാക്കണേ അല്ലാഹ്. ഓരോ പിരിവിന് വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോ എത്രയോ സന്തോഷത്തോട് കൂടെയാണ് സ്വീകരിച്ചത്. പലരും പഠിച്ചിട്ട് പറയാറുണ്ട്, മഹലിന്റെ പുറത്തുള്ളവര് ഉസ്താദെ പിരിവിന് പോയപ്പോ 100 രൂപ 50 രൂപയാ തരുന്നത്, ആരും സഹകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, വലിയൊരു ഭാഗ്യമാണ്. പടച്ചവനെ, ഈ നാട്ടിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഈ നാട്ടിൽ വിജയം നൽകണേ അല്ലാഹ്. അതുപോലെ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച എത്രയോ ചെറുപ്പക്കാര്, എത്രയോ ഹാജിമാര്, എത്രയോ ഉമ്മമാര്, എത്രയോ ഉപ്പമാര്